പ്രഷറോ ഷുഗറോ കുറഞ്ഞിട്ടുണ്ട്. കുറയാൻ കാരണം എന്തായിരുന്നേ? അല്ല, ഇനി ഇഞ്ഞിട്ടേച്ച് പോയതായില്ലോ. നീ ഇപ്പൊ ഇവിടുന്ന് വന്നടാ. ഞാനൊരു ഓട്ടം കിട്ടുമോ വന്ന പൊന്നാര ഗൈസ്, ഒരു മാല ഞങ്ങൾ കൊണ്ടുവച്ച് കളഞ്ഞിട്ടുണ്ട്. എവിടെയാന്നറിയില്ല ഗൈസ്. കളഞ്ഞതല്ല, കളഞ്ഞു കഴിയുമെങ്കിൽ ഇയാൾക്ക് ശ്രദ്ധക്കുറവാണ്. അത് പുറത്തെവിടെയോ പോയതാണ്. എവിടെയോ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. അത് എവിടെയാന്ന് ഓർമ്മയില്ല. ഇപ്പൊ മൂന്നാമത്തെ സാധനം ഞാൻ നല്ലപോലെ എടുത്തു വെക്കുന്നത്. ഇത് ഏകദേശം എങ്ങനെയാന്നറിയോ? മൂന്നാമത്തത് ഇപ്പൊ നല്ല ബോധം ഉണ്ടാവുകയും ഇല്ല. ഇപ്പൊ 3 സാധനം ഞാൻ നല്ലോണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2 കമ്മല്, ഒരു മാല. ഇതെങ്ങനെയാ ഇപ്പൊ നമ്മൾ ഇവിടെ അടച്ചാഞ്ഞ് ചോദിച്ചാ? ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ ഏതായാലും കരുമാരിക്കുട്ടനില് മണിച്ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വാതിൽ പൂട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ളിൽ കയറി വെക്കുന്നത്, ആരും മോഷ്ടിച്ചോണ്ട് പോകണ്ടെന്ന് പറഞ്ഞ്. അതേമാതിരി ഒരു മാല ഞാനും അവളും അയച്ചടോ വെച്ച്. എവിടെയാന്നുള്ളത് ഞങ്ങൾക്ക് പിടുത്തല്ല. കഴിഞ്ഞ ഫോട്ടോഷൂട്ടിന് പോകുന്നു. ആരാഴ്ച എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു നെക്ലേസ് അവൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെക്ലേസ് ഇട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവളുടേത് ഊരി വെച്ച്. 1.5 ഗ്രാമേ ഉള്ളൂ കേട്ടോ സംഭവം. 1.5 ഗ്രാം ആണെങ്കിൽ ഇന്ന് 10-12 രൂപ കിട്ടുന്ന ഒരു മുതലാണല്ലോ അത്. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ, വീട്ടിൽ ഇങ്ങനെ ചടച്ചിരുന്നിട്ടൊരു ബോറടി. അപ്പോൾ വെറുതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അന്നപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മോളോട് പറഞ്ഞു, എടി വീട്ടിൽ വെക്കണ്ട, കൈമേലത്തൊന്നും അങ്ങ് എടുത്തിട്ടേക്ക്, അത് ഉമ്മൻ്റെയിലാണല്ലോ ഉള്ളതെന്ന്. ഞാൻ എന്തോ അവിടെ അറ്റാക്കായിട്ട് ചാവാതിരുന്നത് ഭാഗ്യം. കാരണം മറ്റേൻ്റെ മാതിരി 1.5 ഗ്രാം അല്ല അത് സംഭവം. ഒരു പവനുണ്ട്. ഒരു പവന് 73,000 രൂപ. എന്നെപ്പങ്ങൾ കാണാൻ റീത്തുമായിട്ട് വരേണ്ടി വരികയും നോക്കുമ്പോൾ ഓളോളം മാറി തന്നെ വെച്ചേക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ ഒരു കമ്മൽ, അത് ഒരു വലിയൊരു ലോങ് ലെങ്ത് കമ്മലും വെച്ചിട്ടുണ്ട്, ഒരു റിങ് പോലത്തെ കമ്മലും വെച്ചിട്ടുണ്ട്. രണ്ടും ഞാൻ ഭദ്രമായിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്. എവിടെയാന്നുള്ളത് തമ്പുരാനെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വെറുതെ ഇറങ്ങിയപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പാപ്പൂനൊന്നും പൂയില്ല. അപ്പം ഞങ്ങൾ പൂയി മോഷ്ടിക്കാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കുള്ള ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ജസ്ന സലീം കടപ്പുറത്തുനിന്ന് പൂയി വാരി കൊണ്ടുപോയി എന്ന്. അപ്പം ഞങ്ങൾ അതും മതി, പൂച്ച കപ്പിടാനാന്നുള്ളത് ഇവന്മാർക്കറിയോ? പക്ഷെ പറയാ അങ്ങനെ അല്ലല്ലോ. അപ്പം അങ്ങനെയാണ്. വേറൊരു സന്തോഷ വാർത്തയുണ്ട്. നാളെയാണ് ഞങ്ങൾ കൊടുക്കുന്ന കേസ് ഫയലാവുന്നത് കോടതിയിൽ. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാനിടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. നേരെ പോയെടുക്കാൻ പോട്ടോ. അരുണിനെതിരെ ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ കൊടുത്തോളൂ. കടപ്പുറത്തുനിന്ന് പൂയി വരുന്നു. എടാ, കടപ്പുറത്തേക്ക് പൂയി ഇറക്കല്ലടാ. അതിപ്പോൾ മഴ പൊടിഞ്ഞോണ്ടാ കണ്ടോ, ചാക്ക് കണക്കിന് പൂയി ഇവൻ കൊണ്ടുപോണത്. ഗൈസ്, ബീച്ച് ഗൈസ്, കാണാത്തവർ കണ്ടോളൂ ഗൈസ്. പക്ഷെ ഇവിടെ വൃത്തിയില്ലല്ലേ പൂയിക്ക്. അതങ്ങ് ഉണങ്ങി വരണേ. മഴ നേരത്തെ പൊടിഞ്ഞിട്ടാ. നോക്കൂ, ഞങ്ങളുടെ നാട്ടിലേക്ക് കടലി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പേര് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു മണനാരണ്യത്തിൽ വന്ന് നിൽക്കാൻ. നമ്മൾ വിചാരിക്കും ഇവിടെ
കരയടുത്ത് കരയല്ലട്ടൊക്കെ കുറച്ചിങ്ങ് ഇറങ്ങി പോകണം. ഒരു ജീവിതല്ലേ, വെയിലെന്നോ മഴയെന്നോ നോക്കാൻ. ഏതോ ഒരു സിനിമയെ പറഞ്ഞിരിക്കും പോലെ ഈ വിഷമം വരുമ്പോഴേക്കും നമ്മൾ ഈ കടപ്പുറത്ത് പോയി കുത്തിരിക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മളെ വിഷമമൊക്കെ എവിടെ പോകും? എന്തിനാ എനിക്കും ഇപ്പം ചിന്തിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കും, അതെന്തിനാണ് വെറുതെ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്? ഇവിടെ വന്ന് കുത്തിരിട്ട് എന്താ നമുക്ക് കൊടുക്കാനുള്ളത്? അപ്പുറത്ത് കടലമ്മ സ്വർണ്ണം കൊണ്ട് തരുമെന്നങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മിക്ക ആൾക്കാർ ടെൻഷൻ വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര സുഖാട്ടോ സത്യം പറയച്ചത് അങ്ങനെ നിൽക്കാൻ. കാരണം കാറ്റും അടിച്ച് ഒരു വെയിലും കൊണ്ട് ഇങ്ങനെ എല്ലാ സുഖം ഭയങ്കര മൈൻഡാണ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു കാലുമേലൊന്നും പോയി തൊട്ടൂടെ തൊട്ടാ ഇങ്ങൊന്ന് പഠിക്കൂ. എന്താ പേര്? സഞ്ജു തൊട്ടാ എനിക്ക് കിട്ടിയേ. അതിനറിയാം ഇവിടെ ഉള്ളതാണ്. മിണ്ടുന്നില്ലല്ലോ. പാപ്പു പാപ്പു കോയേ ഇതല്ല ഇങ്ങോ അതിന്റെ വേഷം മാറി പൊര മാറിയതാ. അത് നല്ല തടിയ ചിക്ക്. ഏതാ അമ്മാനെ കൂട്ടണ്ട കേട്ടോ. അമ്മ കഷ്ടപ്പെട്ട് പൈസ കുടിച്ചാലോ ഗുളിക കുടിച്ചിട്ടുണ്ടാക്കുന്ന തടിയാ. ഇപ്പോഴതിനെ കാണാൻ ഭംഗി. ഇവിടെ വാ. ഡി 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 വേണ്ട, എനിക്ക് എടുക്കണ്ട. ദേ പണിയെടുക്കുന്നു അറിഞ്ഞാട്ടാ. അച്ഛൻ്റെ അപ്രന്തീസ. ഇതെവിടുത്തെ ബെഡാരുടെ എന്താ ഇതിന് പേരില്ല? ചാരിറ്റി അല്ല ഇത്. പെയിന്റ് അടിക്കാൻ വേണ്ടി പൂച്ച. ഓ കറി അത് മാത്രമേ ഉള്ളൂ. അമ്മേ മുഖത്തേക്കൊരു ബ്ലാക്ക് ടീ വേണോ? വേണം. ചക്കക്കുരു മുരിങ്ങണ്ടല്ലേ, ഇത് നല്ലതല്ലേ? എടുക്കണ്ട. ഡീസന്റിൽ ഉണ്ടാക്കി വേറെ ചോറ് എടുക്കുന്നിട്ട് കറി എടുത്തരാ. ഈ ഐറ്റങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പൂച്ചകളെ ആട്ടോ ആട്ടല്ല ഇല്ലേ അടക്ക് കണ്ടോ ഗൈസ്,
ഇന്ന ആർക്കും വേണ്ട. ഞാൻ മറ്റേ ഇത് തവിട് കൊടുത്ത് വാങ്ങിയതാന്ന് തോന്നുന്നു ഞാൻ. കസാലയൊക്കെ കെടുത്തിന്റെ ഒരു സഞ്ജു ഇവിടുന്ന് അനങ്ങാനാവണ്ടേ? ഞാൻ ചോറുന്നോട്ടെ. രാവിലത്തെ ചെമ്മീൻ കറി ഉണ്ടോ? ഓ അല്ലാണ്ടോ രാവിലത്തെ അല്ല ഇതല്ല ചെമ്മീൻ കറി എനിക്ക് കൊടുത്തു വെച്ചിട്ട് പറ്റിച്ചു ഗൈസ്. ഇത് കറിയാണോ? മുരിങ്ങന്റെ ചക്കക്കുരു. സഞ്ജുവിന്റെ ചോറ് അങ്ങോട്ട് വെച്ച് പപ്പടവും ഇത്തിരി ചമ്മന്തി കൂടെ. അമ്മ എസേമിലേക്ക് അങ്ങ് പോടേടോ. എന്റെ കയ്യിൽ നിന്ന് വാരി ചമ്മന്തി. അതേ മെസേമിലേക്ക് പോയി. ഞങ്ങൾ പോവാ. വേണോ? ഇനിയില്ലാലോ. അടുത്ത എന്തെങ്കിലും കേൾക്കുന്നതിന്റെ അടുത്ത് ഇതെന്താ? ചിക്കൻ്റെ ഒക്കെയാണ്. ചെമ്മീൻ കറി ഉണ്ടോ? ഒരു ഇത്തിരി ചെമ്മീൻ കറി കൊടുത്തു വിട്ടു. സഞ്ജു അല്ല പത്ത്. അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. എന്തിനാരുടെ സാധനം? അതൊന്നല്ല സംഭവം. നിന്നിട്ടച്ച് പോവുകയല്ലേ. ആർക്കെ ഞാൻ കൊടുത്തേക്ക് ഇങ്ങിട്ട് നില്ലെങ്കില് ഇതൊക്കെ ആര് വാങ്ങി തരണേ? എങ്ങനെ എങ്ങനെ ഒന്നോ രണ്ടോ ഇഞ്ഞ് വാങ്ങി തന്നിട്ടുണ്ടോ? ഒന്നുകൂടി പറയും. ഒന്നുകൂടിയോ? ഞാൻ വാങ്ങിയത് ആ സഞ്ജു ഞാൻ വാങ്ങിയതാ. എപ്പോഴോ ഉള്ളതാ. ആ മറ്റേത് റോസ് 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 ഈ പച്ചയോ? ഇത് സുടിയോന്ന് എടുത്തല്ലേ? കോളർ പോലെ നോക്കണേ അല്ലല്ലേ? ആ ചോപ്പോ? ആ റോസ് റോസ് അല്ല അതിന്റെ അപ്പുറത്ത് ആ റോസിൻ്റെതാ അല്ല ചോപ്പ്. എനിക്ക് ഞാനൊരു ഷർട്ട് വാങ്ങും അത് അടിച്ചു മാറ്റും. മോനുമ്പ മാമന് ഷർട്ട് വാങ്ങി കൊടുക്കലുണ്ടോ? പക്ഷെ എല്ലാന്നാ പറയപ്പെടുന്നത്. ഉണ്ടാവൂലെന്ന്. അതാര് വാങ്ങിയതാ? അത് ആര് വാങ്ങിയതാ? അതാര് വാങ്ങിയതാ? ആ എങ്ങനെ എങ്ങനെ എങ്ങനെ? എന്നിട്ട് പറയുന്നത് കേട്ടില്ല. ഞാനൊരു ഷർട്ട് പോലും വാങ്ങിക്കൊടുക്കില്ല. ആ ഇതൊന്ന് കാണിക്ക്, മറ്റേ മുന്തിരി കളറ്. അത് ഗൈസ് എന്റേതുമല്ല അരുണ്ടേതുമല്ല, എന്റെ ഏട്ടത്തിന്റെ മോന്റേതാണ്. ഇതിന് പിടിവലിയ. അരുണിന്റെ ആദ്യത്തെ ജോലി ഇതാട്ടോ. പഴയ അരുണിനെ കാണാത്തവർ അതൊന്ന് കാണിച്ചു കൊടുക്ക. എങ്ങനെ കാണിക്കാം? അരുണിക്ക് ചെമ്മണ്ണൂർ ഗോൾഡിലായിരുന്നു. തല കുരിക്കുന്ന എൻ്റെ മകൻ, ബാക്ക് കുതിരിന് ഓടിക്കുന്നു ഞാൻ. അമ്മ ഹായ് അമ്മ പറ. ഹായ് ആരാ? ഹായ് അച്ഛൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വെറുതെ കുത്തിരിക്കുമ്പോൾ ഒന്ന് വീട്ടിൽ തെട്ടോളം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കത്രിക അങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ ആയി പോയിട്ട്. എനിക്ക് പനിയായിരുന്നു. പനി വന്നതിന് ശേഷം പിന്നെ അങ്ങേക്ക് പോകാൻ പേടി. ഇപ്പം കൊറോണയും നിപ്പയും ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ പനി മാറട്ടെ എന്ന് കരുതി നിന്ന് പിന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞ് അവരോട് ഉണ്ടെന്ന്. അവർ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വന്നാരാ പിന്നെ അവർക്കും വരാൻ കൂടിയില്ല.
അവന് അല്ലടാ നമ്മള് പെരുന്നാക്കട പോയി കൂടിയതല്ലേ. ഓനില്ല, അച്ഛനും അമ്മയും കേട്ടോ. അപ്പം അവർക്കൊരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് പിന്നെ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം അച്ഛനും പറഞ്ഞ് ഞാനുണ്ട്, അമ്മയും പറഞ്ഞ് ഞാനുണ്ട്. അപ്പം ഞങ്ങൾ അച്ഛൻ പെയിൻ്റ് എടുക്കാൻ പോകും. സംഭവം അച്ഛൻ ഞങ്ങളെ കൂടെ വീട്ടിലേക്ക് പോരുന്നല്ല, അച്ഛൻ്റെ പണി സാധനങ്ങൾ പെയിൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതെടുക്കാൻ പോവാണ്. അപ്പം അങ്ങനെയാണ്. എന്തോ പറഞ്ഞ തല്ലുകൂടുക. അച്ഛനുള്ളതുകൊണ്ട് ഞാൻ ബാക്കിൽ ഇരുന്നതാണ് ഗൈസ്. ഇവിടെ എൻ്റെ മോൻ, ഇത് ഞാൻ എൻ്റെ മോനാണെന്ന് ഞാൻ പറയാത്തത് കൊണ്ട് എൻ്റെതല്ല. ആടാ ഞാനുണ്ട്. ഓളിഞ്ച് മോളാട്ടോ, പക്ഷെ ഓനിഞ്ച് മോനല്ല. ഉത്തര ഉണ്ണിയെ ഒന്നും കൂടിയേ പറയാൻ പറ്റുള്ളൂ പേര്. അതാ ഇനി ആരുടെ പേരൊന്നും പറയാൻ പറ്റൂല. തൻ്റേതല്ലാത്ത എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും എന്നുവെച്ചാൽ തൻ്റേതല്ലാത്ത കാരണവശാൽ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും യൂട്യൂബ് കഴിവ് നമ്മള് വീഡിയോ ഉണ്ടായി. ഒരു ഇത് ബേക്കറി, ഞാൻ ബേക്കറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം ഇത് എവിടെ അല്ലെ താമരശ്ശേരി ക്യാഷ്നെറ്റ് എന്നല്ലേ പറയാ അണ്ടിപ്പരിപ്പില്. അങ്ങനെ പറഞ്ഞാൽ കിട്ടൂല. കുറെ റിയാക്ഷൻ വീഡിയോ മറ്റേ പ്രിയൊക്കെ ഉണ്ടല്ലോ, ഗുരുവായൂരിന്ന് തല്ലുകൂടിയോള്, ഓളൊക്കെ ഞാൻ ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെ അതിങ്ങനെ വെച്ചിട്ട് അതിന് മറുപടി കൊടുക്കുക. അപ്പൊ ഇനി അങ്ങനെ മറുപടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഇതിൽ വരാ. പക്ഷെങ്കിൽ യൂട്യൂബ് പൈസ തരൂല, മോണിറ്റേഷൻ ഓഫ് ആയിക്കാളും. നമുക്ക് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ വീട്ടിലേക്ക് ഇല്ലല്ല, പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. 15-ാം തീയതി വരൂന്ന് പറയുന്നുണ്ട്. ചിലര് പറയുന്നുണ്ട് അത് ചുമ്മാ പറയുന്നതാണ്, AI മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ, സ്വന്തമായിട്ടുള്ള വിവരങ്ങളാണ് ഇടാറ്. അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. ഫിൽറ്റർ ഒന്നും ഇവിടെ പ്രശ്നമല്ല. പക്ഷെ കണ്ടന്റ് അവൻ്റെതായിരിക്കണം, അത്രേ ഉള്ളൂ. മറ്റേ ഇല്ലല്ല എന്താ ഡെഫ്മാഷോ അതൊന്നും പറ്റൂല തോന്നുന്നു. അത് പലതും കോപ്പിറൈറ്റ് കിട്ടി വെച്ചാ. സൗഭാഗ്യം ഉണ്ടല്ലോ, മറ്റേ തൊള്ള പല്ലില്ലാത്തൊരു മുത്തശ്ശില്ല നമ്മളെ കൊച്ചുമോള്. മുത്തശ്ശീനെ എനിക്ക് മനസ്സിലായി. ആരോ കല്യാണരാമനിലത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിന്റെ കൊച്ചുമോള് സൗഭാഗ്യ. ഞാൻ ഇവിടെ ഒരു ബേക്കറിയിൽ ഇറങ്ങട്ടെ. നമുക്ക് ക്യാഷ്നട്ട് വേണം. നിനക്ക് ഫേമസിലുണ്ടാവും. അതാടാ ഇവിടെ കുറച്ചും കൂടി നമ്മള് ഷൈൻ്റെ അടുത്തടാ. ആ അരുണ്ടച്ഛനാട്ടോ. അപ്പോൾ എത്ര ദിവസമായി ഗൈസ് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടെന്നറിയോ. വരാൻ എനിക്ക് നേരം കിട്ടാഞ്ഞിട്ടല്ല, എനിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ പേടി, എനിക്കും പനി ഉണ്ടായിരുന്നു, അനൂരിനും പനി ഉണ്ടായിരുന്നു, മോന് ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം അത് ഉമ്മാക്ക് ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പേടിച്ച് നിന്നതായി. കളിയാക്കുന്നവരോടും കുറ്റം പറയുന്നവരോടും കളിയാക്കി ചിരിച്ച പാലക്കൽ അമ്മായിനോടും ഇപ്പോഴും പരദൂഷണം പറഞ്ഞ് എറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന പ്രിയ ചേച്ചിനോടും നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തര ഉണ്ണിനോടും കണ്ടോ അല്ല എൻ്റെ പാലക്കലമ്മായി ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ ഇതൊന്ന് മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിക്കോ? ഉമ്മണ്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറണ്ടുണ്ടോ? വന്നിവിടെ കൊലായിൽ കുത്തിരുന്നതായിരുന്നു ഗൈസ്.
ഫ്രഷ്നസ് വെച്ചിരിക്കുന്നതാണ്. എനിക്കതിൻ്റെ സ്മെല്ല് പറ്റൂല. ഷീസ് മൈ റൂം. എൻ്റെ റൂമാട്ടോ. ആരും കിടക്കാറില്ല, ആരും വരാറില്ല. ഓ റംബുട്ടാനോ? ഇവിടെ എന്താ ഞെങ്ങാനുള്ളത്? ഏട് നെട്ടിയതാ? അമ്മ എവിടെ പോയി? ഞങ്ങളുടെ വീട്ടിലെ റംബുട്ടാൻ പറിച്ചതാണ് ഗൈസ്. പുളിയാ? മധുരമുണ്ട്, പുളിയുണ്ട്. ഇതേ ഉള്ളൂ. ചോപ്പിയ ചായ ഉണ്ടാക്കുന്നു. ഞാൻ പറയാം, ഇങ്ങനെ വാതോരാണ്ട് കുറ്റം പറയുന്ന കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊന്ന് കാണിച്ചു കൊടുത്താ. പറഞ്ഞില്ലേ ദേ, പൂച്ചക്ക് മീൻകറി ഉണ്ടാക്കി കൊടുത്ത തള്ളയായി തള്ള. നിക്ക് മീൻകറി തരാണ്ട് പൂച്ചക്ക് കൊടുത്തതാ. പറഞ്ഞീന് അതിന് ഇറച്ചി ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ മീനും ഉണ്ടായിരുന്നു, പിന്നെ പാർസും ഉണ്ട്. നമ്മളാ പയപ്പുരയില് കുറ്റം പറയാറ് കേട്ടോ. നല്ല മധുര, നല്ല മധുര. ഞാൻ ഷുഗർ വരില്ല. പുളിയാ? അതെന്ത്? അന്ന് ആണ്ട് പറിച്ചോണ്ട് വന്നാണ്. ഞാനൊന്ന് നിന്ന് നോക്കി, അതുകൊണ്ടൊന്നും ഞാൻ വന്നില്ലെങ്കിലും പോയില്ലെങ്കിലും നാട്ടുകാർ യൂട്യൂബിലെയും കൊണ്ട് അറിയുന്നതാ. എന്നെ ചോദിക്കും, ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് വരെ മെസ്സേജ് അയച്ചു ചോദിച്ചു, ഇനി എന്താ വരാത്ത? മമ്മി ചായ എടുക്കട്ടെ. ഇവിടെ എന്താ കഴിക്കാനുള്ളത് നോക്കിയതായിരുന്നു. നൈസ് പത്തിരിണ്ട്. അച്ഛാ പത്തിരിയാണോ? പത്തിരിയൊക്കെ മണയാൻ ചുട്ടിയല്ല. അരിപ്പൊടി, ചോറ്, ചിക്കൻ കറി, നെത്തല പൊരിച്ചത്, വറുത്തായി ചായ. എന്റെ മക്കളോ, പൂച്ചക്കുട്ടികളുടെ കായ് നടക്കുമ്പോ ഇങ്ങനെ 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 നടക്കും. ശശിയേട്ടാ നമ്മളെ സ്വന്തം അല്ലേ? ശശിയേട്ടാ പാവം കയറിയ അമ്മ. നല്ല പഴുത്ത ചക്ക കൈസ്. ഇവിടേക്ക് കൊങ്ങ് വേണോ? പൂച്ച പോയി ഉണ്ടാവും മക്കളെ. വണ്ടിന്റെ ബോണറ്റിന്റെ ഉള്ളില് പൂച്ച. ആ എന്റെ സ്ഥിരവാസം അവിടെ. ചേട്ടാ പോയോ? അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് അരുണിൻ്റെ വീട്ടിലെത്തി. അച്ഛനും അമ്മനെ അവിടെ ഇറക്കി. വീഡിയോ എടുത്തില്ല ഗൈസ്, കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല 2 പ്ലേറ്റ് ഇതിലായി പോയിട്ടുണ്ട്. കുഞ്ഞു പ്ലേറ്റ്, അല്ലാണ്ട് ആ സൗണ്ട് വരൂല. പ്ലേറ്റ് ഉണ്ട് ഇതില്ലേ. ആ ഞാൻ എൻ്റെ വീട്ടില് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറേ പ്ലേറ്റൊക്കെ ഡിന്നർ സെറ്റൊക്കെ കിട്ടിക്കല്ല, കുറച്ച് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായി. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് അരുണിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാനിന്ന് ഉച്ചക്കും ഭക്ഷണം കഴിച്ചില്ല. എനിക്ക് ചില ഫുഡ് കാണുന്നത് തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ.
അതല്ല കേട്ടോ, ഇഡ്ഡലി ഗർഭ ദോശ ഗർഭ വട ഗർഭ അല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ ചെറുപയറും പപ്പടവും കൂടിയും കുഴച്ചിട്ട് എങ്ങനെ തിന്നുക. എനിക്ക് ആ പപ്പടത്തിൻ്റെ സ്മെല്ലും ചെറുപയറിൻ്റെ സ്മെല്ലും കൂടി പെട്ടെന്ന് പറ്റിയില്ല. അപ്പം തുടങ്ങി എനിക്ക് തലവേദന. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ ഉപ്പിട്ടിട്ട് കുടിച്ചു. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് റിക്കവറായി. ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. നല്ല അടിച്ചുപൊളി മഴ എന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയും. അവിടെ ഒന്നും കറണ്ടും ഇല്ല. വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വാ തുറന്നു. അതെപ്പോഴും അങ്ങനെ വീഡിയോ കണ്ട അപ്പം അവൻ വാ തുറക്കും. അവൻ ചെയ്തിട്ട വീഡിയോയിൽ കണ്ടില്ലേ ഭയങ്കര ആക്റ്റീവ്, അതിൻ്റെതായി വന്ന് കമൻറ്റ് ചെയ്ത് കണ്ടില്ലേ ഇവൻ എന്നെ ഇട്ടേച്ചു പോയെന്ന്. അപ്പോൾ ഇത് അരുണിൽ അല്ല കേട്ടോ. ഇനി നാളെ പോയാൽ നീ എന്നരോ എപ്പോഴോ വരിക എന്നുള്ളത് തമ്പുരാനറിയാം. എനിക്ക് നല്ല സന്തോഷമുള്ളൂ. 4 വീഡിയോ കിട്ടുന്നതല്ലേ, എനിക്ക് പകുതി പണിയേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ബൈ കൂടെ അരുണേ. ബൈ. അപ്പോൾ ഓക്കെ.